പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ. കോയമ്മ ഇറങ്ങിക്കണേ, വണ്ടി ഇറങ്ങിയാണ്. ഷിയാബാക്കാൻ്റെ വീട്ടിൽ ഫുള്ള് വെള്ളമാണ്. എന്നാലും ഷിയാബാക്ക കട പ്രവർത്തിപ്പിക്കുന്നത് അത് വലിയൊരു സംഭവമായിട്ടാണ് നമുക്ക് കണക്കാൻ പറ്റുള്ളൂ. കണ്ടാ അത്രയും ആൾക്കാർ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇതാ അല്ലെന്താ പറഞ്ഞേ, ഇവിടെ ഒരു ചെറിയൊരു സംഭവം സംഭവിച്ചിരിക്കണ്. നഷ്ടപരിഹാരം ഒന്നും വേണ്ടെന്നാ പറഞ്ഞത്. പൊളിഞ്ഞു പോകാനേ അതിസാഹസികമായിട്ടുള്ള മീൻപിടുത്തം. അങ്ങോട്ട് കുരുങ്ങി മീനാണ്. എല്ലാരും ഉണ്ട്. തേങ്ങ പിടിക്കുന്ന ഇവിടെ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ പ്രാവശ്യം ഏത് പ്രാവശ്യം ഇപ്രാവശ്യത്തെ കൂടുതലുള്ള ഇവിടെ സെറ്റപ്പായതിൻ്റെ വെച്ചാൽ ഡ്രൈനേജിന് വെള്ളം നിൽക്കാത്ത രീതിയില്ല. പെരുമയ മഴ ഫോണ് വീണ് വീണെടുത്ത് കിട്ടി കാണും. അപ്പുറത്തേക്ക് പക്ഷെ ഒന്നും സംഭവിക്കാറില്ല. അച്ഛല്ല അവിടെ എവിടെ? ആ സ്വിമ്മിംഗ് പൂള് മുന്നിൽ തന്നെ പറഞ്ഞാ. സ്വിമ്മിംഗ് പൂള് മുന്നിൽ തന്നെ പറഞ്ഞാ. 100 പെർ ഹെഡ് 100 പെർ ഹെഡ് 100 അവിടെ പോയി പിടിക്കൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങള് ഫിൽട്രേഷൻ വെച്ചിക്കാണ്. ഞാൻ ക്ലിയർ ആവും. ബൈക്കൊക്കെ വരുമോ? ഈ ലൈനിൽ കൂടെ പോന്നാ മതി. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ എവിടെ എത്തി? കാശുവിൻ്റെ പേരുണ്ട് അവിടെ. അവിടെ എത്തി. കണ്ട ഈ ദ്വീപ് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അപ്പുറത്തെ കയാക്കിങ് കൊണ്ടുവന്നാണ്ട് അവിടെ അത്രയും ദൂരം ഉണ്ട്. നോക്ക്, ആ വരുന്ന ബൈക്കാണ് വരുന്നത്. ആ പത്രം ഈ മഴയത്തുള്ള പണിക്കാരനാണ്. വീഡിയോ ഫോട്ടോ എടുത്തു. എന്നിട്ട് മാമ വെള്ളപ്പൊക്കം കണ്ടില്ല, സമാധാനായില്ലേ? എല്ലാരും ഉണ്ട്.
ബെൻസി ബോയ്സിൻ്റെ എല്ലാ ടീംസും ഇവിടെ ഉണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഇരിക്കുന്നു. നമ്മളെ ഷിയാബാക്കൻ്റെ കട ഒരു ഇച്ചിരി കൂടെ അങ്ങോട്ട് കയറുകയാണെങ്കിൽ വെള്ളം കണ്ട് കയറി. ഇക്കണ്ട വെള്ളത്തിനിടയിൽ ഒരുത്തനതാ മരാമത്ത് പണി. ഇതാണ് പണി. ഒലിച്ചു വന്ന ചെടി കുപ്പിയിലാക്കി അപ്പുറത്ത് എന്തൊക്കെ നുള്ളിപ്പറിച്ച് ഉണ്ടാക്കണേ. അവിടെ ഒരു പണിയില്ല. എന്താ മണ്ണുണ്ടാക്കി വെള്ളത്തിന് യാതൊരുവിധ കുറവുമില്ല. പൂർവാധിക ശക്തിയോടുകൂടി അടിക്കുന്നു, തിരിച്ചടിക്കുന്നു. അപ്പോൾ ഗായ്സ്, ആളെ കണ്ടെത്തികളെ ആവശ്യക്കാർ വന്ന് ബന്ധപ്പെടുക.